ഹായ് ഓൾ, ഇന്ന് നമ്മൾ algebraic method of solving a pair of linear equations ആണ് പഠിക്കുന്നത്. എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The ratio of incomes of two persons is 9:7 and the ratio of their expenditure is 4:3. If each of them manages to save ₹2,000 per month, find the monthly incomes. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാളുടെ ഇൻകം തന്നിട്ടുണ്ട്, രണ്ടാളുടെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എന്നിട്ടോ ഓരോ ആളും 2,000 രൂപ ഒരു മാസത്തിൽ സേവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം എത്രയാണ് അവരുടെ മന്ത്ലി ഇൻകംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് ദിയർ മന്ത്ലി ഇൻകംസ് ബി 9x and 7x. ഇവിടെ 9:7 റേഷ്യോ ഉള്ളത് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 9x and 7x എന്ന് പറയാം. അതേപോലെ മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്താ? ആൻഡ് ദിയർ മന്ത്ലി എക്സ്പെൻഡിച്ചർ ബി 4y and 3y. വൈൻ്റെ ടേംസിൽ എഴുതാം. എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് 4:3 ആയതുകൊണ്ട് 4y and 3y എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. എന്തൊക്കെയാണ്? 9x - 4y = 2000 and 7x - 3y = 2000. രണ്ടാളും എന്താണ്? രണ്ടാളും 2000 rupees ആ സേവ് ചെയ്യുന്നത്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ്. അതുകൊണ്ട് നമുക്ക് 9x - 4y = 2000 എന്നും 7x - 3y = 2000 എന്ന് പറയാം. ഇനി നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പം നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഏതാ? വൈൻ്റെ ടേം ആണ്. കാരണം 4×3 3×4 ചെയ്താൽ നമുക്ക് 12 കിട്ടും. അപ്പം വൈൻ്റെ ടേം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷൻ × 3 ചെയ്യും. എന്താ? 9×3 27x - 12y = 3 ആണ്. അപ്പം 6000 എന്ന് കിട്ടും. ഇത് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. ഇനി 2×4 7×4 എന്ന് പറഞ്ഞാൽ 28x - 12y = 4 ആണ്. അപ്പം 8000. ഇത് നമ്മളുടെ ഫോർത്ത് ഇക്വേഷൻ. ഇനിയോ 4 - 3 ചെയ്താൽ മതി. 4 - 3 പറഞ്ഞാൽ x = ഇക്വേഷൻ 4 - ഇക്വേഷൻ 3 ചെയ്താൽ x = എന്ത് കിട്ടും? 2000 എന്ന് കിട്ടും. x = 2000 ആണെങ്കിൽ y എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് x = 2000 in 1 നമുക്ക് എന്ത് കിട്ടും? 9 × 2000 - 4y = 2000. 9 × 2000 എന്ന് പറഞ്ഞാൽ 18,000 - 4y = 2000. 18,000 - 2,000 16,000 = 4y. എന്താ? അപ്പോൾ y = എന്താ? 4,000 rupees. അതുകൊണ്ട് പ്രോബ്ലം തീർന്നില്ല. നമ്മളോട് എന്താ പറഞ്ഞത്? എക്സും വൈയും കാണാനല്ല പറഞ്ഞത്, അവരുടെ മന്ത്ലി ഇൻകംസ് കാണാനാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? മന്ത്ലി ഇൻകംസ് ആർ 9x and 7x. 9x എന്ന് പറഞ്ഞാൽ എത്രയാ? 9x എന്ന് പറഞ്ഞാൽ 9 × 2000 എത്രയാ? = rupees 18,000. അത് ഒരാളുടെ. പിന്നെ 7x ആണ്. 7 × 2000 അത് എത്രയാ? 14,000 ആണ്. അപ്പം നമ്മളിവിടെ ഒരു വേരിയബിളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പൊ എലിമിനേഷൻ മെത്തേഡിന്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് മൾട്ടിപ്ലൈ both the equation by some suitable non-zero constants to make the coefficient of one variable numerically equal. എക്സിന്റെയോ വൈന്റെയോ കോഎഫിഷ്യൻസിനെ ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ നോൺ സീറോ കോൺസ്റ്റൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്താ? then add or subtract one equation from the other so that one variable gets eliminated. ഒരു ഇക്വേഷൻ മറ്റേതുമായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ടോ നമുക്ക് ഒരു ഇക്വേഷൻ മറ്റേത് ഇക്വേഷനോട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വേരിയബിൾ എലിമിനേറ്റ് ആയി പോകുന്നതാണ് പറയുന്നത്. ഇഫ് യു ഗെറ്റ് ആൻ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ, ഗോ ടു സ്റ്റെപ്പ് 3. എന്താ? ഇപ്പം നമുക്ക് ഒരു ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 3 ആയിട്ട് പ്രൊസീഡ് ചെയ്യാന്നാണ് പറയുന്നത്. അല്ലെങ്കിലോ
If in step 2 we obtain a true statement involving no variable, then the original pair of equations has infinitely many solutions. സ്റ്റെപ്പ് 2 വേരിയബിൾ ഇല്ലാത്ത ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിലോ if in step 2 we obtain a false statement involving no variable, then the original pair of equations has no solutions, that is it is inconsistent. എന്താ പറയുന്നത്, നമുക്ക് സ്റ്റെപ്പ് 2 ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടുന്നത്, ഇൻവോൾവിംഗ് നോ വേരിയബിൾ, വേരിയബിൾ ഒന്നും ഇല്ലാത്ത ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒറിജിനൽ പെയർ ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. സോൾവ് ദ ഇക്വേഷൻ ഇൻവോൾവിംഗ് വേരിയബിൾ സോ ഒബ്റ്റെയിൻ ടു ഗെറ്റ് ഇറ്റ്സ് വാല്യൂ. എക്സിന്റെ വൈന്റെ ടേംസിലുള്ള ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിനെ നമ്മളോട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എക്സിന്റെ വൈന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ of x or y in either of the original equations to get the value of the other variable. ഇപ്പൊ നമുക്ക് എക്സിന്റെ വൈന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മറ്റേ വേരിയബിളിന്റെ വാല്യൂ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് രണ്ട് വേരിയബിളിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നോക്കാം. യൂസ് എലിമിനേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഓൾ പോസിബിൾ സൊല്യൂഷൻസ് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2x + 3y = 8, 4x + 6y = 7. ഈ രണ്ട് ഇക്വേഷൻസിന്റെ എലിമിനേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എല്ലാ സൊല്യൂഷൻസും കാണാൻ. അപ്പോൾ നമുക്ക് 2x + 3y യും 4x + 6y ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ ഡബിൾ ചെയ്യാം. 1 × 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x + 6y = 16 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 - ഇക്വേഷൻ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 = 16 - 7 കിട്ടും. = 9. 0 = 9 ആണോ? അല്ല, അത് false statement ആണ്. Implies this is a false statement. അതുകൊണ്ട് എന്താ? It has no solution. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sum of a two-digit number and the number obtained by reversing the digits is 66. If the digits of the number differ by 2, find the number. How many such numbers are there? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് two-digit number ആണ് തന്നിട്ടുണ്ട്. The sum of a two-digit number and its number obtained by reversing the digits. അപ്പോൾ നമ്മൾ two-digit number എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം? Let the two-digit number be 10x + y. സേ ഒരു 54 ആണെന്ന് വിചാരിച്ചോളൂ. 54 ആണെങ്കിൽ 5 × 10 + 4 എന്നാണ് 54 എന്ന് നമുക്ക് പറയാൻ പറ്റാം. അപ്പം 10x + y എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്പർ ഒബ്റ്റെയിൻ by reversing the digits എന്താ? 10y + x ആണ്. ഇനി ഇതും ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 66 കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പം 10x + y + 10y + x = 66 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? 11x + 11y = 66. x + y × 11 എന്താ? 66. അപ്പോൾ x + y എന്താണ്? 66/11 എന്ന് പറഞ്ഞാൽ =6 ആണ്. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഡിഫർ ബൈ 2, x - y എന്ന് പറഞ്ഞാൽ x - y y - x ചെയ്താൽ നമുക്ക് 2 കിട്ടുന്നതാണ് പറയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x - y = 2. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. x + y = 6 ഉം x - y = 2 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 + 2 ചെയ്ത് നോക്കാം. 1 + 2 അതെന്താണ്? = 2x = എന്താ? 6 + 2 = എന്താ? 8. x = 8/2 = 4. x 4 ആണ് നമുക്ക് കിട്ടി. x + y = 6 ആണെങ്കിൽ y = എന്താ? 6 - 4 = എന്താ? 2. അപ്പോൾ 2 4 x ഉം y ഉം കിട്ടി. നമുക്ക് നമ്പർ എന്താണ്? The two-digit number is
എക്സ് ഇൻറ്റു 10x പ്ലസ് വൈ ആണ് ഈക്വൽ ടു എന്താ 10 ഇൻറ്റു 4 പ്ലസ് 2 ഈക്വൽ ടു എന്താ 42. അപ്പൊ നമുക്ക് അതർ നമ്പർ എന്താ, ദ അതർ നമ്പർ ഈസ് 10y പ്ലസ് 2 അല്ല 10y പ്ലസ് എക്സ് ഈക്വൽ ടു എന്താ 24. ഓക്കെ.